നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. ഒരു യഥാർത്ഥ ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ശിവാജി എന്ന ഛത്രപതി ശിവാജി. ഭരണകാര്യത്തിൽ ഉത്തമ മാതൃക ഏതെന്ന് ചരിത്രത്തിൽ തിരഞ്ഞാൽ ഒരു സംശയവും കൂടാതെ ഛത്രപതി ശിവാജിയുടെ ഭരണകാലഘട്ടത്തെ എടുത്തുകാട്ടാം. ധീരനും കർക്കശക്കാരനുമായ ഭരണാധികാരി ആയിരിക്കുമ്പോഴും ശത്രുക്കളോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ധീരദേശാഭിമാനിയുമായിരുന്നു അദ്ദേഹം. ഗുരു സമർത്ഥ രാമദാസാണ് ശിവജിക്ക് യുദ്ധത്തിനിറങ്ങാനുള്ള അനുമതി നൽകിയത്. ഹിന്ദുത്വത്തിനു വേണ്ടി നിലകൊള്ളുമ്പോഴും അസാമാന്യമായ മതേതരത്വം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. ശിവാജിയുടെ ചരിത്രം ഏറെക്കുറെ പരിചിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന താനാജി മാലുസരെയെക്കുറിച്ച് അറിയുന്നവർ ചുരുക്കമായിരിക്കും. കേവലം ശിവാജിയുടെ സൈന്യാധിപൻ മാത്രമല്ല, ഒരുമിച്ച് കളിച്ചു വളർന്നവർ കൂടിയായിരുന്നു ഇരുവരും. 1665 ഉത്തരേന്ത്യയുടെ വലിയൊരു ഭാഗം മുഗളന്മാരുടെ പിടിയിലായിരുന്നു. ഷാജഹാൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഔറംഗസീബും മുഗൾ സാമ്രാജ്യം ഭരിച്ചു. അതേസമയം രാജ്യത്തിന്റെ തെക്കൻ ഭാഗം മറാത്ത സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഛത്രപതി ശിവജി മഹാരാജായിരുന്നു മറാത്ത സാമ്രാജ്യത്തിന്റെ തലവൻ. ആ വർഷം ശിവാജി മഹാരാജും മുഗൾ സാമ്രാജ്യത്തിന്റെ സൈന്യാധിപനും രജപുത്ര ഭരണാധികാരിയുമായ ജയ്സിംഗ് ഒന്നാമനും തമ്മിൽ പുരന്ദർ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം തന്ത്രപ്രധാനമായ 2 കോട്ടകളായ കോന്തന, പുരന്ദർ എന്നീ 2 കോട്ടകളുടെ കൈവശാവകാശം വിട്ടുകൊടുക്കാൻ ശിവാജി നിർബന്ധിതനായി. കോട്ടകൾക്ക് മേലുള്ള അവകാശം വിട്ടുകൊടുത്തതിലൂടെ ശിവാജിക്ക് പൂനെയിലേക്കും ചക്കൂനിലേക്കും ഉണ്ടായിരുന്ന ആശയവിനിമയ മാർഗം തടസ്സപ്പെട്ടു. ഈ കോട്ടകളുടെ അധികാരം മുഗൾ ഭരണാധികാരികൾക്കായിരുന്നതിനാൽ അവർക്ക് ശിവജിയുടെ സ്വരാജ്യത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള എല്ലാ പഴുതുകളും കിട്ടുകയും ചെയ്തു. എല്ലാ കോട്ടകളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കോന്തനക്കോട്ട ജയ്സിംഗ് ഒന്നാമന്റെ കീഴിലുള്ള ഉദയ്ഭൻ റാത്തോഡ് എന്ന പ്രഗത്ഭനായ സൈനികന്റെ കീഴിലായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുത്ത വിദഗ്ധരായ സൈനികരുടെ സാന്നിധ്യം കോട്ടയിലുണ്ടായിരുന്നതിനാൽ ആർക്കും അവിടേക്ക് അത്ര എളുപ്പം എത്തിപ്പെടാനാവില്ലായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ശിവജി കോന്താനയെ തന്റെ നിയന്ത്രണത്തിലാക്കാൻ തീരുമാനിച്ചു. അസാധ്യമായ ഈ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് മറ്റാരുമല്ല, സുബേദാർ തൻഹാജി മാലുസാരെ ആയിരുന്നു. അപ്പോൾ തൻഹാജി ആകട്ടെ തന്റെ മകൻ റബായയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു. എന്നാലും ഛത്രപതി ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ആ ദൗത്യത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായി. എന്നാൽ കോന്തനക്കോട്ട നിന്നിരുന്ന സ്ഥലം ഒരു പ്രശ്നമായിരുന്നു. സഹ്യാദ്രി പർവ്വതനിരയുടെ കിഴക്കു ഭാഗത്തായി പുരന്ദർ കുന്നുകൾ ഡെക്കാണിലേക്ക് വിഭജിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ വളരെ ഇടുങ്ങിയ വരമ്പുകൾ വഴി മാത്രമേ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. തെക്കും വടക്കും കുത്തനെയുള്ള കുന്നുകളാൽ ചുറ്റപ്പെട്ടിരുന്നു. മുഗൾ പട്ടാളക്കാരറിയാതെ കോട്ടയിൽ നുഴഞ്ഞു കയറുന്നത് അസാധ്യമെന്നു തന്നെ പറയാം. ഒടുവിൽ ഈ പർവ്വതം കയറാൻ തൻഹാജി ഒരു തന്ത്രം കണ്ടെത്തി. ഉടുമ്പുകൾ ധാരാളമായി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു അത്. മല കയറാൻ ഉടുമ്പുകളെ ഉപയോഗിക്കാൻ തൻഹാജി തീരുമാനിച്ചു. അവയിലൊന്നിനെ മെരുക്കിയ തൻഹാജി അതിന്റെ ശരീരത്തിൽ സ്വയം കയറുകൾ ബന്ധിച്ച മറാത്തകൾക്ക് വഴിയൊരുക്കി. 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും തൻഹാജിയും 300 പടയാളികളും കോട്ടയിലെത്തി. എന്നാൽ അവിടെ എത്തിയപ്പോൾ മുഗൾ പട്ടാളക്കാർ അവരുടെ വരവ് മനസ്സിലാക്കി. തൻഹാജിയുടെയും ഉദയ്ഭാന്റെയും നേതൃത്വത്തിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ നടന്ന നീണ്ട പോരാട്ടത്തിൽ മറാത്ത സൈന്യം മുഗൾ സൈന്യത്തെ തോൽപ്പിച്ചു. മറാത്ത സൈന്യത്തിന് അവരുടെ 1/3 പടയാളികളെ നഷ്ടമായപ്പോൾ മുഗൾ സേനയ്ക്ക് 500 പേരെ നഷ്ടമായി. അവസാനം വരെ ധീരതയോടെ പോരാടിയ മറാത്ത സൈന്യത്തലവൻ തൻഹാജിക്ക് തന്റെ ജീവൻ ബലി നൽകേണ്ടി വന്നു. ഒടുവിൽ മറാത്തകൾ കോന്തനക്കോട്ട പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. തൻഹാജിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കോട്ടയ്ക്ക് സിംഹഗഡ് എന്ന പേരും നൽകി.